പെൺകുട്ടികളെയും യുവതികളെയും ബലാത്സംഗം ചെയ്ത് കുഴിച്ചുമൂടി. ഒരു ശുചീകരണ തൊഴിലാളി നടത്തിയ ഈ വെളിപ്പെടുത്തൽ കാതിൽ പ്രകമ്പനം കൊള്ളുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഒരാഴ്ചയിലേറെയായി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഇടങ്ങളിൽ മണ്ണ് മാന്തി പരിശോധിച്ചു. പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനായില്ല. അങ്ങനൊരു നേരത്ത് ഇനി എന്തെന്നറിയാതെ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ധർമ്മസ്ഥലയിലെ സംഘർഷം. കന്നഡ മാധ്യമ പ്രവർത്തകരും ട്രസ്റ്റ് അനുകൂലികളും തമ്മിലാണ് തർക്കമുണ്ടായത്. തർക്കം സംഘർഷമായി. വലിയ കയ്യാങ്ങൾ സാധനങ്ങൾ തല്ലി തകർക്കുന്നതിലെത്തിച്ചു. വാഹനങ്ങൾ അടിച്ചു തകർത്തു. പക്ഷേ അവിടെ തീരുന്നില്ല പ്രശ്നം. ആക്രമിക്കപ്പെട്ടവരിൽ ഒരാൾ സൗജന്യയുടെ അമ്മാവനാണ്. സൗജന്യ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 17കാരി. 2012 സൗജന്യയ്ക്ക് നേരെ ആക്രമണമുണ്ടാകുന്നത്. നിരവധി യുവതികളെ ഇത്തരത്തിൽ ഇവിടെ ബലാത്സംഗം ചെയ്ത് മറവ് ചെയ്തിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് സൗജന്യയുടെ കേസ് പൊതുജനശ്രദ്ധയാകർഷിക്കുന്നത്. സൗജന്യയുടെ അമ്മാവൻ വിഠൽ ഗൌഡയുടെ വാഹനം തല്ലി തകർത്തു. അങ്ങേയറ്റം ദുരൂഹമാണ് ധർമ്മസ്ഥല എന്ന് പറയേണ്ടി വരും. പുറത്തുവന്ന വെളിപ്പെടുത്തൽ തന്നെ അവിശ്വസനീയവും ഞെട്ടിപ്പിക്കുന്നതും. ആ അന്വേഷണം മുന്നോട്ടു പോകുന്നതിൽ ചിലർ അസ്വസ്ഥരാണെന്ന് തോന്നിപ്പിക്കും വിധം പിന്നീട് തുടരെയുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആദ്യം അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരുടെ മെല്ലപ്പോക്ക്, ശുചീകരണ തൊഴിലാളി പറഞ്ഞതിനെ ഗൗനിക്കാതെയുള്ള പ്രഹസന പരിശോധനകൾ, പിന്നീട് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നു തന്നെ തൊഴിലാളിക്ക് നേരെയുണ്ടായ ഭീഷണി, മൊഴി മാറ്റി പറയാൻ ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ചെന്ന വെളിപ്പെടുത്തൽ, തൊഴിലാളി ചൂണ്ടിക്കാണിച്ച സ്പോട്ടുകൾ പഴയ പൊതുശ്മശാനമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒടുവിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം, കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തെ നിശബ്ദമാക്കാനുള്ള ശ്രമം. ധർമ്മസ്ഥലയിൽ നടന്നത് പുറം ലോകമറിയുന്നതിൽ ആർക്കാണ് ഭയം? ഇനിയും ഉത്തരമില്ലെങ്കിലും ഭയപ്പെടുന്നവർ ഏറെയുണ്ടെന്ന് മനസ്സിലാക്കേണ്ടി വരും ഈ ആവർത്തിക്കുന്ന അക്രമങ്ങളിൽ നിന്നും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.